ഹായ്, ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും എന്താ പ്രോഗ്രാം? ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് കൊഞ്ച് ബിരിയാണി വെക്കാനാണ്. ഞാനല്ല വെക്കുന്നത്, സുൽത്താനാണ്. അടുക്കള മൊത്തം കുളമാക്കും. എനിക്ക് പൂരം പണിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കൊഞ്ച് ബിരിയാണി സുൽത്താൻ്റെ രീതിയിൽ വെക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അച്ഛനാണ് കുക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗീതുട്ടിയും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ആദ്യമേ തന്നെ അരച്ചിങ്ങെടുത്ത് വെച്ച് മാറ്റി. അതിനുശേഷം ഉള്ളി ദേ ഇങ്ങനെ അരിഞ്ഞെടുത്ത്, അതാകുമ്പോൾ എല്ലാ ഉള്ളിയും ഒരുപോലെ കിട്ടുമല്ലോ. സവാളയാണേ, ചെറിയ ഉള്ളിയല്ല, സവാളയാണ്. പിന്നെ നമ്മുടെ ഹോൾ മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, അങ്ങനത്തെ എല്ലാം എടുത്തു. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അരച്ചത്, പിന്നെ തക്കാളി, പിന്നെ കൊഞ്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ. പിന്നെ വേണ്ടി ഈ മുളക് ഇത് കഴുകി കുതിരാൻ വെച്ചേക്കുവാണ്. ഇത് അരച്ച് ചേർക്കാറുണ്ട്. അത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ തരുവേ. നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കത്തില്ല. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഇത് ആ ലീഫ്, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ അത് നല്ലതാണ്. സവാള, പിന്നെ എടുത്തേക്കുന്ന അരി കൈമയാണ്, കൈമ അരി എന്ന് പറയും. അത് നല്ലതാണ്, നല്ല മണമൊക്കെ ഉള്ളതായിട്ട്. പിന്നെ നെയ്യ്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ ബിരിയാണി വെക്കുന്ന പാത്രമൊക്കെ വെച്ചിട്ട് നെയ്യ് മാത്രമാണ് ഒഴിച്ച് ഉണ്ടാക്കാറുള്ളത് ഇവിടെ. അതിനുശേഷം നമ്മുടെ മസാല ഇട്ടു, അതൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. കുറച്ച് സമയം എടുക്കും കേട്ടോ അതിന്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പം നമ്മൾ മറ്റേ മുളക് വെച്ചിരുന്നില്ലേ കുതിരാൻ വേണ്ടിയിട്ട്, അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതൊരു 3 സ്പൂൺ ഇട്ട്, അത് മാത്രമാണ് മസാല എന്നുള്ള രീതിയിൽ ചേർക്കുന്നത്. വേറെ ഒരു മസാലകളും, പിന്നെ നമ്മൾ ആദ്യം ഇട്ട ഹോൾ മസാല അത് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മല്ലിയില, പുതിനയില ഇട്ട് അതും ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴാണ് തക്കാളി ഇട്ടത്. തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കൊഞ്ചിട്ട്, കൊഞ്ചും ഓരോന്നോരോന്നായിട്ട് ഇടുന്നത് ഒന്നൊന്നേ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൊഞ്ച് ഇട്ടതിന് ശേഷം അത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം നമ്മൾ അരിയാണ് ഇട്ടത്. അത് അടച്ചു വെച്ച് വേവിച്ച് വെള്ളം ഇറങ്ങി, വെള്ളം വറ്റണേ. അപ്പം അരി ഇട്ട് അരിക്കകത്തിൽ നന്നായിട്ട് അരി ഒന്ന് മുരിഞ്ഞു വരണം. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ എടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ദേ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ വെള്ളം മൊത്തം, ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആണ് എടുത്തത്. അപ്പോൾ അത് മൊത്തം ഫുൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി, അതായത് എങ്ങോ അരി കൂടി പിടിച്ച് ഇരിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആ ലീഫുണ്ടല്ലോ അതും ചെറുതായിട്ട് മുറിച്ച് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റിന് ശേഷമായപ്പം ദേ ഈ ഒരു അളവിൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അന്നേരം ദേ വേറൊരു പാനിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനടിയിൽ നല്ല തീയിട്ടിട്ടുണ്ട്. അത് നല്ല ചൂടായ പാനായിരുന്നു. അതിലേക്ക് ഇറക്കി വെച്ച് അതിന് ശേഷം ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തുറന്ന് നോക്കുമ്പോൾ ദേ ഇങ്ങനെ നമ്മുടെ വെള്ളം എല്ലാം വറ്റിയിരിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് തീ ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോഴാണ് നല്ല നല്ല ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ദേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ സെർവ് ചെയ്ത് നന്നായിട്ട് സാലഡൊക്കെ കൂട്ടി കഴിക്കാം. പക്ഷേ ഇവിടെ ഞങ്ങൾ സാലഡ് കൂട്ടാറില്ല. അതിന് പകരം അതായത് തൈര് ഒഴിക്കാറില്ല, ജസ്റ്റ് സാലഡിനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അതാണ് കഴിക്കാറുള്ളത്. കാരണം കേട് കഴിച്ചാൽ, കൊഞ്ചിൻ്റെ കൂടെ കേട് കഴിച്ചാൽ വയറിന് പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് കേൾക്കാം. അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഇനി ഇതുപോലത്തുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം.